നിങ്ങൾക്കറിയാൻ സാധ്യതയില്ലാത്ത കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് നോക്കാം. ഇപ്പം മഴക്കാലമാണ്, അതുപോലെ തന്നെ ചക്കൻ്റെയും മാങ്ങൻ്റെ എല്ലാം സീസണാണ് അല്ലേ. അപ്പോൾ നമ്മൾ ചക്കയും മാങ്ങലും പറിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ കത്തി കെട്ടുന്ന സമയത്ത് നമ്മൾ പറിക്കുമ്പം അതങ്ങ് ഊരിപ്പോകലുണ്ട്. കെട്ട് ശരിയാവാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഊരിപ്പോവാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഫസ്റ്റ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സ്റ്റിക്കോ എന്തെങ്കിലും എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് ഇതുപോലത്തെ 2 കയറാണ്. അപ്പോൾ കയറ് നമ്മൾ എന്ത് ചെയ്യുക, ഈ കമ്പിൻ്റെ അറ്റത്ത് ഇതേപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയതിന് ശേഷം അതിൻ്റെ അറ്റം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ടൈറ്റാക്കി കെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ കുറച്ച് ദൂരെയായിട്ട് മറ്റേ കയറും നമ്മൾ ഇതേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക. ആദ്യം നല്ലോണം ചുറ്റിയതിന് ശേഷം അതിൻ്റെ അറ്റം ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി ഇട്ടിട്ട് ഇതേപോലെ ഇങ്ങനെ നല്ലോണം ടൈറ്റാക്കിയിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ കത്തി വെച്ച് കൊടുത്തിട്ട് ബാക്കി വരുന്ന ആ ബാലൻസ് വരുന്ന കയറുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുത്തിട്ട് നല്ലോണം വരഞ്ഞ് കെട്ടിക്കൊടുക്കുക. ഞാൻ എടുത്ത കയറ് കുറച്ച് ചെറുതായിപ്പോയി. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ കയറെടുക്കണേ, അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം ചുറ്റി കെട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ താഴെയും നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇനി കത്തി ഇതിൽ നിന്ന് അനങ്ങില്ല, അത്രയും നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഇത് വെച്ചിട്ട് നമുക്ക് ചക്കയോ മാങ്ങയോ എന്ത് വേണമെങ്കിലും പറിക്കാം. അതല്ലെങ്കിൽ മരത്തിൻ്റെ ഏതെങ്കിലും കമ്പെല്ലാം ഒടിച്ചിടണമെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ കെട്ടുന്ന പോലെയല്ല, ഈ രീതിയിൽ നിങ്ങൾ കെട്ടി നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള കെട്ടാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ ദൂരെ യാത്രയെല്ലാം പോകുമ്പം പെട്ടിയിൽ സാധനങ്ങളെല്ലാം കൊണ്ടുപോകലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബസ്സിലെല്ലാം യാത്ര ചെയ്യുമ്പോൾ പെട്ടിയിൽ എന്തെങ്കിലും ഗിഫ്റ്റോ അല്ലെങ്കിൽ ബേക്കറിയോ ഒക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ട് കെട്ടിക്കൊണ്ടു പോകാറുണ്ട്. അപ്പോൾ ബസ്സിലെല്ലാം സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളിങ്ങനെ തൂക്കി പിടിക്കുന്ന സമയത്ത് കയറ് ഊരിയിട്ട് ആ പെട്ടി ഒരു സൈഡിലേക്ക് നീങ്ങിപ്പോവും. അല്ലെങ്കിൽ പെട്ടി ഓപ്പൺ ആയിട്ട് സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സൂപ്പർ കെട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെട്ടിയെല്ലാം സെറ്റാക്കിയിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വലിയ ഒരു കയറെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പെട്ടി വെച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ കെട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം വന്നു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റത്തു കൂടെ കയറുള്ളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വലിച്ച് മുറുക്കി കൊടുക്കുക. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല, ഒരു 1-2 പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുത്താൽ നമുക്ക് എത്ര വേണമെങ്കിലും ടൈറ്റ് ആക്കാനും ലൂസാക്കാനും പറ്റും. അപ്പോൾ ഇനി നമ്മളിത് സെൻറ്ററിലോട്ടാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കയറ് വലിച്ചെടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറെടുത്തിട്ട് പിന്നെയും നമ്മൾ മുമ്പിലേക്ക് തന്നെ കൊണ്ടുവരണം. എന്നിട്ട് ഈ കയറിൻ്റെ ഉള്ളിലേക്ക് കൂടി നന്നായിട്ട് ചുറ്റി വരഞ്ഞ് കെട്ടിയെടുക്കണം. പിന്നെ ലാസ്റ്റ് ഊരാക്കുടുക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഊരിയെടുക്കാനെല്ലാം പറ്റുമല്ലോ. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടായിട്ട് തോന്നുന്നുണ്ടാകും. നല്ല സിമ്പിളാണ് കേട്ടോ, പെട്ടെന്ന് കെട്ടാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങൾ 1-2 പ്രാവശ്യം നോക്കിയാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഈ ഒരു രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടി നല്ല കംഫർട്ടബിളായിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തതും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. കുറച്ച് പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലത്തെ കെറ്റിൽ നമ്മളെല്ലാവരും ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇത് ചൂടുവെള്ളം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, വേറെയും കുറച്ച് ഉപയോഗങ്ങളുണ്ട്. ഇതിൽ നമുക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ ആദ്യം തന്നെ കെറ്റിൽ വെള്ളം ചൂടാക്കുക. ഫസ്റ്റ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകുന്ന സമയത്ത് നമ്മളിതിലേക്ക് പഴം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഓഫാകുന്ന സമയത്ത് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് വെന്തിട്ടുണ്ടോ എന്ന്. അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടി നമ്മൾ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് തനിയെ അത് ഓഫാവും. ആ സമയത്ത് ആ ചൂടുവെള്ളത്തിൽ കിടന്നിട്ട് തന്നെ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പഴം കഴിക്കുന്നവർക്കെല്ലാം നല്ല എളുപ്പമാണ് ഈ രീതിയിൽ കുക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മുട്ടയും പുഴുങ്ങിയെടുക്കാൻ വേണ്ടി പറ്റും.
നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് വേവിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇതിൽ വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ മുട്ട പുഴുങ്ങുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പച്ചവെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഓണാക്കിയിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാകും. അപ്പോൾ ചെറിയ വേവ് മതിയെങ്കിൽ നിങ്ങൾക്ക് ആ ഫസ്റ്റ് ടൈമിൽ തന്നെ അതിന്ന് മുട്ട എടുക്കാം. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി കുക്കാവണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി സ്വിച്ച് ഓണാക്കിയിട്ട് ഓഫാക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പിന്നെ മുട്ട നിങ്ങൾ ഇതിലേക്ക് ഇടുമ്പോൾ സൂക്ഷിച്ചിട്ട് പൊട്ടാതെ ഇട്ട് കൊടുക്കണേ. ഞാനിടുന്ന സമയത്ത് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അടുത്തത് നമ്മുടെ ബാത്റൂമിൻ്റെ ബാഡ് സ്മെല്ല് മാറ്റാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കേട്ടോ. അതിന് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോട്ടിലാണ്. ചെറിയ ബോട്ടിൽ എടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഹോളിട്ട് കൊടുക്കുക. ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കുക. കംഫർട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ മൂടിയിട്ടതിന് ശേഷം ബാത്റൂമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് സമയത്തും ബാത്റൂം ഓപ്പൺ ആക്കുമ്പോൾ നല്ല ഫ്രഷ് സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.